നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും അതുപോലെ എൻ്റെ കുക്കിങ്ങുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്ത കാര്യം ഇതാണ്. ഇന്നലെ വാവ രാത്രി പേപ്പറെല്ലാം കട്ട് ചെയ്ത് അവിടെ നിറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എത്രത്തോളം ചവറ് കാണുമെന്ന്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടു. അല്ലാതെ നമ്മൾ നേരെ അടുക്കളയിൽ പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മോശമല്ലേ വീടിങ്ങനെ ഫുള്ള് ചവറായിട്ട് കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ചായക്ക് വെള്ളം വയ്ക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ് ചായ എനിക്ക് തിളപ്പിച്ചെടുത്തു. ഇന്ന് വീട്ടിൽ അമ്മയില്ലായിരുന്നു, അതുകൊണ്ട് ഒരു ഗ്ലാസ് മതിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വാവയ്ക്ക് പാല് തിളപ്പിച്ച് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് എനിക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാവയ്ക്ക് പാല് ചായ ഇതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ചായ തട്ടിയും ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് വെള്ളം മതി എന്നാണ്. വെള്ളമാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. പാലും ചായയൊക്കെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ നിർബന്ധിച്ച് കുടിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ കുടിക്കാറുള്ളൂ. അല്ലാണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വാവയ്ക്കുള്ള പാല് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ബാക്കി എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ ഒഴിച്ചപ്പോഴേ അവിടെ എല്ലാം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതൊന്ന് തുടച്ചിടുകയാണ്. അല്ലെങ്കിൽ ചായ അവിടെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ച വരും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉറുമ്പുണ്ട്. എവിടെ നിന്നാണ് ഈ ഉറുമ്പ് വരുന്നതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നാണ് നമ്മുടെ അവിടെ ഉറുമ്പ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അതൊന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും വെള്ളച്ചമ്മന്തിയാണ്. അപ്പോൾ ആദ്യം ചമ്മന്തി അരച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങ, അതുപോലെ ഒരു പച്ചമുളക്, പിന്നെന്താണ് കുറച്ച് ചെറിയ ഉള്ളി അത് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഞാൻ ഇന്ന് തിളപ്പിച്ചിട്ടില്ല, ചൂടാക്കിയില്ല. അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചു. കട്ടി ദോശയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, നൈസായിട്ട് പേപ്പർ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വാവയ്ക്ക് ആ ഒരു കട്ടി ദോശയെക്കാളും ഇഷ്ടം ഇതുപോലെ പേപ്പർ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നെയ്യൊക്കെ ഇടുവാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് മൊരിച്ച് ഒരു ക്രിസ്പി ടൈപ്പിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അത് തിരിച്ചിടും കേട്ടോ. നമ്മൾ പേപ്പർ ദോശയാണെങ്കിലും ഞാൻ അത് തിരിച്ചിടും. എനിക്കല്ലാണ്ട് എടുക്കാൻ എന്തോ ഒരു മടിയാണ്. അപ്പോൾ തിരിച്ചിട്ട് അപ്പോൾ തന്നെ ഞാനത് എടുക്കുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഇട്ട് വേവിക്കത്തില്ല. അപ്പോൾ ആദ്യം ഒരു ദോശ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ബാക്കി എനിക്കും ഭാവിക്കും മതിയല്ലോ. അപ്പോൾ ഒരു മാക്സിമം ഒരു 4-5 ദോശ അത്രയും മതി. ഞാനും ഒരു 2 3 കഴിക്കാറുള്ളൂ. ആ ഒരു 2 കഴിക്കും. ചെറിയ അത് എന്ന് വെച്ചാൽ കട്ടിയില്ലാത്ത ദോശ ആയതുകൊണ്ട് 2 കഴിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ മാവ് നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഇതുപോലെ അതിൻ്റെ പുറത്തുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വയ്ക്കണം. അപ്പോൾ ഇന്നലെ അമ്മ പോയതാണ്. അപ്പോൾ ഇന്ന് വരും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കന് വേണ്ടിയിട്ട് സവാളയും അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചെറുപയറില്ലേ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാം. അപ്പോൾ തൈരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കറി പോലെ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ അതുപോലെ നന്നായിട്ട് വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കുക എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കുകയാണ്. ചിക്കൻ്റെ റെസിപ്പീസൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഇടുന്നത്. നമ്മുടെ സവാളയുടെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ സവോളയും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് നല്ല എരിവാണ്. ഇപ്രാവശ്യം മേടിച്ച പച്ചമുളക് നല്ല എരിവെന്ന് വെച്ചാൽ നല്ല എരിവ്. രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ഒരു പച്ചമുളക് ഇട്ടത് നല്ല എരിവായിരുന്നു. വാവയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പയറ് കറിക്കുള്ള തേങ്ങ ഞാൻ ഇവിടെ ചിരകിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വാവ വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വാവയുടെ അടുത്തും പോകുന്നുണ്ട്, കുക്കിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മാത്രമായതുകൊണ്ട് വാവ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ആൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിവിടെ വന്ന്
കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ അതിൻ്റെ ഇടയ്ക്കൂടി ഓടിയിട്ടുണ്ടായിരുന്നു, വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര പേര് തക്കാളി ചിക്കൻ കറിയിൽ ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ഇടുന്നത്. അധികമൊന്നും ഇടില്ല, ഒരു തക്കാളിയൊക്കെ നല്ല പഴുത്ത ഒരു തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയും ഉള്ളി ഇതെല്ലാം വഴണ്ട് വന്നപ്പോഴേ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇന്നലെ ഞാൻ വാവേനെ ഡാൻസ് ക്ലാസ്സിന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി നമുക്ക് ചിക്കൻ മേടിക്കാം. അപ്പോൾ ഞാനും വാവയും കൂടി പോയിട്ട് ചിക്കനൊക്കെ മേടിച്ച് ഇന്നലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ പോകാൻ ഭയങ്കര പാടായിരിക്കും, രാവിലെ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് കടയ്ക്ക് പോകണം, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ചിക്കനും ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അത് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഞാനിവിടെ പയറ് കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇട്ടത് മുന്നേ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ മഞ്ഞൾപ്പൊടി ഒരു ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടിയുള്ള ഭാഗം ഞാനടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് തേങ്ങ, നമ്മുടെ ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് അരച്ചെടുത്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലൊരു 3-4 പീസിലാകുമ്പോൾ പയർ വെന്ത് കിട്ടും. നമ്മൾ വെള്ളത്തിലിട്ട പയറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതൊരു ഹാഫ് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മസാലാസ് എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ്, തക്കാളി ഇതെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഗരം മസാലയും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ച് അത് കുറച്ചും കൂടി കുക്കാവാനുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കുറച്ച് ബോൺലെസ് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക്. അല്ലെങ്കിൽ നാളെ നമുക്ക് വേണമെങ്കിൽ ഭാവിക്ക് വറുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ വെന്തിട്ടുണ്ട് കേട്ടോ, ഫിസിൽ വന്നു. അപ്പോൾ അത് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് പയറൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ആ ഒരു പയറായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല, നന്നായിട്ട് ഉടച്ചെടുത്ത് വേണം ചെയ്യാൻ. അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ആ പയറൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയറ് കറി റെഡിയാവും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പയറ് കറിയും റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് റൂമിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യുന്ന എൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ റൂം ഫുള്ള് പൊടിയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ അവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്, അതിൽ ആ ഒരു സോഫ കവറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മുറിയിലെ അതുപോലെ ബെഡും അതുപോലെ ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് മാറ്റുകയാണ്. എനിക്ക് അതൊക്കെ ഇട്ടിട്ട് പൊടിയൊക്കെ അടിക്കാൻ ഭയങ്കര എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതിലേക്ക് പൊടി വീഴുമോ എന്നുള്ളൊരു ഇത് കൊണ്ടിട്ട് എനിക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മെത്തയും അതുപോലെ നമ്മുടെ തലേണ എല്ലാം എടുത്ത് അവിടെ നിന്ന് മാറ്റുകയാണ്. അവിടെ കിടന്ന തുണിയും അതുപോലെ ഒരു ബാസ്ക്കറ്റും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെയർ ഇട്ടേക്കുന്നതിൻ്റെ സൈഡിൽ നല്ല പൊടിയെന്ന് വെച്ചാൽ നല്ല പൊടിയാണ്. ഇതെങ്ങനെയാണ് പൊടി വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഡെയിലി ഇങ്ങനെ അടിച്ചു വരുന്നതാണ്, പക്ഷെ എന്നാലും പൊടി വരും. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കർട്ടൻ വാഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ കർട്ടനും ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വാഷ് ചെയ്തിട്ട് നമുക്ക് അത് എടുത്തിടാം. ആ ജനൽപ്പാളിയിലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ ഞാനൊരു തുണിയിൽ വെള്ളം മുക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്.
ജനലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിടാണ്. കണ്ടില്ലേ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതെൻ്റെ ഷൂ ആയിരുന്നു കേട്ടോ, ഒരു കവറിലുണ്ടായിരുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഷൂ ആയിരുന്നു, കളഞ്ഞില്ല ഞാൻ. നല്ല ഷൂ ആണ്, കേടുപാടൊന്നും വരാത്തതുകൊണ്ട് ഞാൻ അത് സൂക്ഷിച്ച് വെച്ചേക്കാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം തൂത്ത് ഒരു പൊടിയൊക്കെ എടുത്ത് കളയുകയാണ്. അപ്പോൾ കട്ടിലിൻ്റെ അടിയിലും അതുപോലെ ഈ ഒരു ചെയറിൻ്റെ ഈ ഒരു സൈഡ്, ഇത് ആ ചുമരിനോട് ചേർന്ന് നടക്കുന്ന സൈഡാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ പൊടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഫുള്ള് പൊടിയൊക്കെ തട്ടി, ആ ഒരു ചെയറിൻ്റെ സൈഡിലൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി. അതുപോലെ അലമാരയുടെ അടിയിലുണ്ട്, അതുപോലെ കട്ടിലിൻ്റെ അടിയിലുണ്ട്, അലമാരയുടെ ഇടയ്ക്കുണ്ട്, ആ ഒരു ചുമരിനോട് ചേർന്നുള്ള ആ ഒരു ഭാഗത്തില്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് തുടച്ചിടണം. ഞാൻ മുന്നേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് ഞാൻ വെള്ളവും സോപ്പും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ചൂലിൽ അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി ഇറക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കത് ചെയ്യാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് കഴുകി ഇറക്കുന്നില്ല. ഞാൻ തുടച്ച് നന്നായിട്ട് തൂത്ത് നന്നായിട്ട് തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നൂല് നമ്മുടെ ഇവിടെ ചൂണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത നൂലാണ് കേട്ടോ. അത് അതിൻ്റെ ഇടയ്ക്ക് വീണ് കിടന്നു. വാവ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഓടിക്കളിക്കുകയാണ്. ആൾക്ക് ഞാൻ ആ മെത്ത അവിടെ കൊണ്ടുവന്നിട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെത്തയിൽ ഇങ്ങനെ തെന്നി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കട്ടിലിൽ ഇങ്ങനെ മെത്ത ഇങ്ങനെ ചരിച്ചിട്ടിട്ട് അതിൽ കൂടി തെന്നി കളിക്കും. അപ്പോൾ അത് വാവയുടെ ഒരു പാൻറ്റാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് കിടന്നത്. ആൾ എപ്പോഴോ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടതാണ്, ഞാൻ കണ്ടില്ല അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതാ മാറാലയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് അടിച്ച് വാരി തൂത്ത് തുടച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് തുടയ്ക്കണമെന്ന്. പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നില്ല. കുറച്ച് ചിലപ്പോൾ തിരക്കായിപ്പോവും, ചിലപ്പം വാവിനെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം, അതുപോലെ പഠിക്കാൻ കൊണ്ടുപോകണം, പിന്നെ വീട്ടിലെ കുക്കിങ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാവയ്ക്ക് പഠിക്കാൻ പോകണ്ടല്ലോ, അപ്പം നമുക്ക് പിന്നെ ആ ഒരു കാര്യം നോക്കണ്ട. പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഡാൻസിന് കൊണ്ടുപോകണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്താലോ എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചെയ്യാം, സമയമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കട്ടിലിൻ്റെ അടിയിലൊക്കെ നല്ല പൊടിയാണ് കേട്ടോ, നല്ല പൊടിയെന്ന് വെച്ചാൽ നല്ല പൊടിയാണ്. അപ്പോൾ കട്ടിലിൻ്റെ അടിഭാഗം ഒക്കെ തൂത്ത് ഇറക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വാവയുടെ കളിപ്പാട്ടങ്ങൾ കിടക്കുന്നുണ്ട്. കിച്ചൺ സെറ്റ് അതിൻ്റെ ഓരോ പാർട്സ്, ഒരു കപ്പായിരിക്കും, അല്ലെങ്കിൽ പ്ലേറ്റ് ആയിരിക്കും, സ്പൂണായിരിക്കും, എല്ലാം കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ, അലമാരയുടെ അടിയിൽ, കിച്ചണിൽ എല്ലാം വലിച്ചോരിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്, മിസ്സായ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്, അത് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഫാന് ഫുള്ളിലിട്ടിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ തുടച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കിട്ടും. അപ്പോൾ എൻ്റെ ഈ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആവാൻ. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഇനി വരാം. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.